വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. എൻ്റെ പേര് നാഷിദ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ICDS സൂപ്പർവൈസറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ICDS സൂപ്പർവൈസർ എക്സാം എഴുതിയ കുട്ടികളും അതിന് മുന്നേ എക്സാം എഴുതിയവരൊക്കെ ചിലപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ പുതുതായിട്ട് ICDS സൂപ്പർവൈസർ എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ എനിക്ക് ഈ ഒരു എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് ICDS സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെയും മുന്നത്തെ പ്രാവശ്യത്തെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മാറ്റം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2020 നടന്നിട്ടുള്ള ICDS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും അതുപോലെ ഇനി കഴിഞ്ഞ പ്രാവശ്യം 2024 നടന്നിട്ടുള്ള ICDS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മാറ്റം PSC എത്രത്തോളം മാറ്റങ്ങൾ ഈ ഒരു എക്സാം ഫീൽഡിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ആകെ വന്നൊരു മാറ്റം എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ളൊരു ശീലം എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക നല്ലതാണ്. വളരെ സമാധാനത്തിലിരുന്ന് വളരെ തിരക്ക് പിടിക്കാതെ വായിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് ആൻസർ കിട്ടുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ മുന്നത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ, ദാറ്റ്സ് ഓൾ. എന്നാൽ 2024 ആയപ്പോഴേക്കും നീണ്ട ക്വസ്റ്റ്യനും ഷോർട്ട് ആൻസർ എന്ന് പറയുന്ന ഒരു പാറ്റേണിലോട്ട് എന്ത് ചെയ്തു, അത് മാറി. അത് നമ്മൾ 2 ഇയറിൻ്റെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. അപ്പോൾ ഇനി വരാൻ പോകുന്ന ICDS സൂപ്പർവൈസർ എങ്ങനെയായിരിക്കാം അല്ലേ, ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം അല്ലേ, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മൾ ഇതിനേക്കാട്ടിലും മോർ ഹൈയിലായിരിക്കണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, എക്സ്പെക്ട് ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ ഒരിക്കലും ഇതിൻ്റെ താഴ്ന്ന ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ, ഒരിക്കലും കാര്യമില്ല അല്ലേ. കാരണം PSC എന്ന് പറയുന്നത് ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മന്തിൽ ഓരോ ഇയറിൽ അതിൻ്റെ പാറ്റേണിൽ വ്യത്യാസം വരുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വിജയം തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. സോ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും സോഷ്യോളജി ഏരിയാസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുന്നത്തെ ഹോം സയൻസും സൈക്കോളജിയും ഇപ്പോൾ നിങ്ങൾക്കറിയാം 4 സബ്ജക്റ്റാണ് ICDS സൂപ്പർവൈസർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സൈക്കോളജി, ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി അല്ലേ. അപ്പോൾ ഹോം സയൻസും സൈക്കോളജി ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ എൻ്റെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യോളജി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യം നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. ചിലപ്പോൾ സോഷ്യോളജി പഠിക്കാത്തവർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. സോഷ്യോളജി പഠിച്ചവർക്ക് ചിലപ്പോൾ എന്തായിരിക്കും, അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. സോഷ്യോളജി എന്ന് പറയുന്നത് മെയിനായിട്ട് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അതായത് സമൂഹത്തെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ രീതിയിലുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ പൊതുവെ സോഷ്യോളജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ICDS സൂപ്പർവൈസറിൽ എന്തുകൊണ്ടായിരിക്കാം ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എന്തുകൊണ്ടായിരിക്കാം വന്നിട്ടുണ്ടായിരിക്കുക, അത് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെയ്യുന്ന ഒരു കാര്യങ്ങളായതുകൊണ്ടായിരിക്കാം മേ ബി സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അതിൽ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ 25 ക്വസ്റ്റ്യനാണ് അതിൽ നിന്ന് വരുന്നത് അല്ലേ. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ 25ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. 24, 25, 26 റേഞ്ചിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ 20 മുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏത് ലെവലിൽ വന്നാലും മിനിമം ഒരു 25 ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒരു 20 എണ്ണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു സബ്ജക്റ്റ് തന്നെയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പോലെയല്ല. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ICDSൻ്റെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ICDSൻ്റെ സിലബസ് എന്ന് പറയുന്നത് മാറി അല്ലേ. അതുവരെ അതിന് മുന്നത്തെ പ്രാവശ്യത്തെ സിലബസും ഇപ്പോഴത്തെ സിലബസും എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ അതിൽ വന്നു അല്ലേ. ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇപ്പോൾ എടുക്കുന്ന സെഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ മുന്നത്തെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ അത് വരിക. ദെൻ 2024 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പുതിയ സിലബസിനനുസരിച്ചുള്ളതായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, സോഷ്യോളജി എന്ന് പറയുമ്പോൾ
നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് മേ ബി വരാം എന്നല്ലേ. അപ്പോൾ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നത്തെ സിലബസും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. പഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയെടുക്കൽ വളരെ നല്ലതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഞാൻ പറഞ്ഞു ഞാൻ സോഷ്യോളജിയാണ് എടുക്കുന്നത്. സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. സമൂഹത്തിൽ എന്തൊക്കെ ഫാക്ടേഴ്സുകളുണ്ട് സമൂഹത്തിൽ? പല ഫാക്ടേഴ്സുകളുണ്ട് അല്ലേ. സോഷ്യൽ ഗ്രൂപ്പുകളുണ്ട്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്, സോഷ്യൽ കൺട്രോൾ ഉണ്ട്, സോഷ്യലൈസേഷൻ നടക്കുന്നുണ്ട് അല്ലേ, പിന്നെ സോഷ്യൽ പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടായിരിക്കും നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായ ഫാമിലി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ, ഫാമിലി എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, മാരേജ് എന്താണ്, കിൻഷിപ്പ് എന്താണ്, ഈ ഫാമിലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് മൊഡ്യൂൾ നമ്മളോട് പറയുന്നത്. രണ്ടാമത്തെ മൊഡ്യൂൾ ആയപ്പോഴേക്കും 2ഉം 3ഉം എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി സോഷ്യൽ പ്രോബ്ലംസിന് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള, കുട്ടികൾക്കെതിരെയുള്ള, പ്രായമായവർക്കെതിരെയുള്ള, പിന്നെ അതുപോലെ തന്നെ ജെൻഡർ പ്രശ്നങ്ങൾ, പിന്നെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് 2ഉം 3ആമത്തെയും മൊഡ്യൂളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ 4ആമത്തെ മൊഡ്യൂളിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കുറച്ചും കൂടി റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള അല്ലേ, കുറച്ചുകൂടി റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 4ആമത്തെ മൊഡ്യൂളിൽ വരുന്നത്. ഈ ഒരു 4 മൊഡ്യൂൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈസി ആയിട്ടുള്ളൊരു സിലബസ് ആണ്. നമ്മൾ എന്ത് പറഞ്ഞും കാര്യമില്ല, ഈസി ആയിട്ടുള്ളൊരു സിലബസ് ആണ്. വളരെ സ്ട്രക്ചറായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സോഷ്യൽ പ്രോബ്ലംസിൽ നിന്നും എന്ത് വരാം, നമുക്ക് കറണ്ട് അഫെയർസ് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം അല്ലേ. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ഒരു സിലബസ് ആണ് നമുക്ക് സോഷ്യോളജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ ഇപ്പം നമ്മൾ 2020 ICDS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 2020 അല്ലേ, 2020 ടു ഏകദേശം 2026 6 വർഷങ്ങൾ കഴിഞ്ഞു ആ ഒരു എക്സാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനെയും ആൻസർ നിങ്ങൾക്ക് കിട്ടണം അല്ലേ. കാരണം മുന്നത്തെ പ്രാവശ്യം ICDS ഒക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതിയവരാണെങ്കിൽ അവർക്ക് ഇതൊക്കെ എന്തായാലും കിട്ടണം. കാരണം സിമ്പിൾ ഒരു വളരെ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ഷോർട്ട് ആൻസറുമാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ അടുത്തൊരു സെഷൻ വരുന്ന സമയത്ത് 2024 ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ലിറ്റിൽ ബിറ്റ് നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. കാരണം ക്വസ്റ്റ്യൻസ് നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്നതാണെങ്കിലും ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Okay. Identify the sociologist who coined the term primary group. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഐഡൻറ്റിഫൈ ദ സോഷ്യോളജിസ്റ്റ് ഹു കോയിൻഡ് ദ ടേം പ്രൈമറി ഗ്രൂപ്പ് അല്ലേ. ഒരു സോഷ്യോളജിസ്റ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. പ്രൈമറി ഗ്രൂപ്പ് അല്ലേ. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത സോഷ്യോളജിസ്റ്റ് ആരാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് Augustia Comte, and option B Morris Ginsburg, and option C Gisbert, and option D C.H. Cooley. 4 സോഷ്യോളജിസ്റ്റുകളെ തന്നിട്ടുണ്ട്. ഈ 4 സോഷ്യോളജിസ്റ്റുകളിൽ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത വ്യക്തി ആരാണ്? പ്രൈമറി ഗ്രൂപ്പ് അല്ലേ. പ്രൈമറി ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത സോഷ്യോളജിസ്റ്റ് ആരാണ്? നമുക്ക് ആൻസർ നോക്കാം അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. ആരാണ്? ആൻസർ വരുന്നത് ഡി ആണ് അല്ലേ. ഡി എന്ന് വെച്ചാൽ C.H. Cooley അല്ലേ. C.H. Cooley ആണ് എന്ത് ചെയ്തത്, നമ്മുടെ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചെറിയ രീതിയിലൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടി ഫാക്റ്റ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഫാക്റ്റ് പഠിക്കാനും നന്നായിരിക്കും. നമുക്ക് നോക്കാം. C.H. Cooley എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. ഓക്കെ, an അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. coined the concept of primary groups in his 1909 book Social Organization, a Study of the Larger Mind. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള C.H. Cooley
1909 തൻ്റെ പുസ്തകമായിട്ടുള്ള സോഷ്യൽ ഓർഗനൈസേഷൻ എ സ്റ്റഡി ഓഫ് ലാർജർ മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിലാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കോയിൻ ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള CH കൂലെ അല്ലേ, ചാൾസ് ഹോട്ടൺ കൂലെ എന്ന് നമ്മൾ മുഴുവൻ പേര് പറയും, ചാൾസ് ഹോട്ടൺ കൂലെ. അദ്ദേഹം സോഷ്യൽ ഓർഗനൈസേഷൻ എ സ്റ്റഡി ഓഫ് ലാർജർ മൈൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ 1909 ഈ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കോയിൻ ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു വേർഡ് എന്ത് ചെയ്തത്, കോയിൻ ചെയ്തത്. Although he did not explicitly name secondary group in his work. പൊതുവെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും CH കൂലെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നോ, അങ്ങനെയല്ല. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രമാണ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, CH കൂലെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ടേം ഹി ഡിഡ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, കോയിൻ ചെയ്തൊരുതല്ല. പ്രൈമറി ഗ്രൂപ്പിൻ്റെ ഓപ്പോസിറ്റാണ് സെക്കൻഡറി ഗ്രൂപ്പ് വരുന്നത്. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു നെയിം അദ്ദേഹത്തിൻ്റെ വർക്കിൽ അദ്ദേഹം കോയിൻ ചെയ്തിട്ടില്ല. ഇനി എന്താണ് പ്രൈമറി ഗ്രൂപ്പ്, എന്താണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ. എന്താണ് ഈ പ്രൈമറി ഗ്രൂപ്പ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൈമറി നമ്മുടെ പ്രാഥമിക ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ ആ പ്രാഥമികം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നൊക്കെ നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും എന്താണ് ഈ പ്രൈമറി ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. പ്രൈമറി ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് സവിശേഷതകളുണ്ട് അല്ലേ. ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻറ്റിമേറ്റ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ്, സ്ട്രോങ് ഇമോഷണൽ ടൈസ്, ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. ഇതാണ് അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ അല്ലേ. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിലെ ആളുകൾ തമ്മിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിരിക്കും അല്ലേ, വളരെയധികം ഇൻറ്റിമേറ്റ് ബന്ധമായിരിക്കും അവർക്കിടയിൽ ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ എന്താ പറയുന്നത്, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അല്ലേ, മുഖത്തോട് മുഖം നോക്കിയുള്ള ഇൻട്രാക്ഷൻ, ഇടപെടലാണ് അവിടെ ഉണ്ടാവുക. മൂന്നാമത്തെ എന്താ പറയുന്നത്, സ്ട്രോങ് ഇമോഷണൽ ടൈസ് അല്ലേ, വളരെ ശക്തമായിട്ടുള്ള വികാരപരമായിട്ടുള്ള ഒരു അടുപ്പം അവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കും. ദെൻ ലാസ്റ്റ് എന്താ പറയുന്നത്, ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് അല്ലേ, ഒരുപാട് കാലം നീണ്ട കാലം നിലനിൽക്കുന്ന ബന്ധങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ സ്വഭാവ സവിശേഷതകളൊക്കെ കേൾക്കുമ്പോൾ യു ഗെറ്റ് ദ എക്സാമ്പിൾ അല്ലേ. എന്തൊക്കെയാണ്, നമ്മുടെ ഫാമിലി അത്തരത്തിലുള്ള ഒന്നാണ് അല്ലേ, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് അത്തരത്തിലുള്ള ഒരു പ്രൈമറി ഗ്രൂപ്പാണ് അല്ലേ. നമ്മുടെ ഫാമിലിയുമായിട്ട് നമ്മൾ വളരെയധികം ഇൻറ്റിമേറ്റഡ് ആയിരിക്കും, നമുക്ക് എന്തുണ്ടായിരിക്കും, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുമായിട്ടൊരു സ്ട്രോങ് ഇമോഷണൽ ടൈപ്പ് ഉണ്ടായിരിക്കും. അവരുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അല്ലേ. നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സും അങ്ങനെ തന്നെയാണ് അല്ലേ, നമ്മുടെ ഫ്രണ്ട് സർക്കിളും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും അല്ലേ. 10, 11, 15 വർഷമായിട്ട് നമ്മുടെ കൂടെ കൂടുന്ന ഫ്രണ്ട്ഷിപ്പുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതൊരു പ്രാഥമിക ഗ്രൂപ്പാണ് അല്ലേ, നമ്മളുമായിട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രൈമറി ഗ്രൂപ്പിൽ എന്ന് പറയുന്നത് വളരെ ഇൻറ്റിമേറ്റ് ആയിരിക്കും, അവർ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അവർ തമ്മിൽ ഉണ്ടായിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ടൈപ്പ് ഉണ്ടായിരിക്കും, ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പും ഉണ്ടായിരിക്കും. ഈ 4 സ്വഭാവ സവിശേഷതകൾ പഠിച്ചിട്ട് വെക്കാം. നിങ്ങൾക്ക് പല രീതിയിൽ ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഏത് പുസ്തകത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഏത് വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തു, 3 ക്വസ്റ്റ്യനും ആൻസർ കിട്ടണം. ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, CH കൂലെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏത് പുസ്തകത്തിൽ, സോഷ്യൽ ഓർഗനൈസേഷൻ എ സ്റ്റഡി ഓഫ് ലാർജ് മൈൻഡ്. ഏത് വർഷം, 1909. എന്താ പ്രൈമറി ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇൻറ്റിമേറ്റ് ആണ്, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആണ്, സ്ട്രോങ് ഇമോഷണൽ ടൈ ആണ്, ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണ്. മൂവ് ഓൺ ടു ദ സെക്കൻഡ് വൺ, സെക്കൻഡറി ഗ്രൂപ്പ് അല്ലേ. പ്രൈമറി ഗ്രൂപ്പ് പറയുമ്പോൾ നമ്മൾ സെക്കൻഡറി ഗ്രൂപ്പും കൂടി നമ്മൾ പറഞ്ഞിരിക്കണം അല്ലേ. എന്താണ് സെക്കൻഡറി ഗ്രൂപ്പ്, ലാർജർ, ഇംപേഴ്സണൽ, ഗോൾ ഓറിയൻറ്റഡ് ഗ്രൂപ്പ്സ് ഫോംഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഓർ ഫങ്ഷൻസ് അല്ലേ. അപ്പോൾ
ഇവിടെ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പ്രൈമറി ഗ്രൂപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഇത് രണ്ടും എങ്ങനെയാ വരുന്നത്? പ്രൈമറി ഗ്രൂപ്പ് അല്ലേ, പ്രൈമറി ഗ്രൂപ്പ്സ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? സെക്കൻഡറി ഗ്രൂപ്പ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഗ്രൂപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡറി ഗ്രൂപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വളരെ ലാർജർ ആണ് അല്ലേ, വലിയ ഗ്രൂപ്പുകളായിരിക്കും സെക്കൻഡറി ഗ്രൂപ്പ്. ഇപ്പൊ പ്രൈമറി ഗ്രൂപ്പിൽ നമ്മൾ ഫാമിലി എന്ന് പറഞ്ഞു. ഫാമിലി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു യൂണിറ്റ് ആണ് അല്ലേ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ വളരെ ഒരു സ്മോൾ യൂണിറ്റ് ആണ് ഫാമിലി എന്ന് പറയുന്നത്. പക്ഷെ സെക്കൻഡറി ഗ്രൂപ്പുകൾ അങ്ങനെ ആയിരിക്കില്ല, അത് വളരെ ലാർജർ ആയിരിക്കും, ഇംപേഴ്സണൽ ആയിരിക്കും അല്ലേ. പേഴ്സണൽ അല്ല, ഇംപേഴ്സണൽ ആയിരിക്കും. പ്രൈമറി ഗ്രൂപ്പാണ് നമ്മുടെ പേഴ്സണൽ, പക്ഷെ ഇത് ഇംപേഴ്സണൽ ആയിരിക്കും. ഗോൾ ഓറിയന്റഡ് ഗ്രൂപ്പ്സ് ഫോംഡ് ഫോർ എ സ്പെസിഫിക് പേർപ്പസ് ഓർ ഫങ്ഷൻ. ഒരു പ്രത്യേക ഫങ്ഷന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ഉദ്ദേശത്തോടു കൂടിയിട്ടോ ഫോം ചെയ്യുന്ന വളരെ ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരിക്കും. അതിനൊരു ലക്ഷ്യമുണ്ടായിരിക്കും, ഒരു പ്രത്യേക കാര്യം ഞങ്ങൾക്ക് നേടണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്ഭവപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കൂ, കോ വർക്കേഴ്സ്, പ്രൊഫഷണൽ അസോസിയേഷൻസ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, ദാറ്റ്സ് അവർ സെക്കൻഡറി ഗ്രൂപ്പ് അല്ലേ. പ്രൊഫഷണൽ അസോസിയേഷൻസ്, ഒരു ടീച്ചേഴ്സിൻ്റെ സംഘടന, ഒരു ഡോക്ടേഴ്സിൻ്റെ സംഘടന, അതൊക്കെ ഒരു സെക്കൻഡറി ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈമറി ഗ്രൂപ്പും ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാം. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലാർജർ ആണ്, ഇംപേഴ്സണൽ ആണ്. ഗോൾ ഓറിയന്റഡ് ഗ്രൂപ്പ്സ് ഫോംഡ് ഫോർ എ സ്പെസിഫിക് പേർപ്പസ് ഓർ ഫങ്ഷൻ. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഏത് പുസ്തകത്തിൽ, ഏത് വേർഷം, അതുപോലെ തന്നെ പ്രൈമറി ഗ്രൂപ്പിൻ്റെയും സെക്കൻഡറി ഗ്രൂപ്പിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ നോക്കാനുള്ളത്. മൂവിങ് ടു ദ നെക്സ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ ആൻഡ് ബേസിക് ടൈപ്പ് ഓഫ് സോഷ്യലൈസേഷൻ. Dash is the most essential and basic type of socialization. അല്ലേ, what do you mean by socialization? അല്ലേ, സാമൂഹികവൽക്കരണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. സോഷ്യലൈസേഷൻ്റെ ബേസിക് ടൈപ്പും മോസ്റ്റ് എസെൻഷ്യലുമായിട്ടുള്ള എന്തോ ഒന്നിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഡാഷ് ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ ആൻഡ് ബേസിക് ടൈപ്പ് ഓഫ് സോഷ്യലൈസേഷൻ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സെക്കൻഡറി സോഷ്യലൈസേഷൻ, ആൻഡ് ഓപ്ഷൻ ബി റീസോഷ്യലൈസേഷൻ, ആൻഡ് ഓപ്ഷൻ സി പ്രൈമറി സോഷ്യലൈസേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി അഡൽട്ട് സോഷ്യലൈസേഷൻ അല്ലേ. അപ്പോൾ ഇതിൽ ഏത് സോഷ്യലൈസേഷൻ ആണ് സോഷ്യലൈസേഷൻ്റെ ബേസിക് ടൈപ്പും വളരെയധികം എസെൻഷ്യലുമായിട്ടുള്ളത്? ഇതിൽ ഏത് സോഷ്യലൈസേഷൻ്റെ ടൈപ്പാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. മോസ്റ്റ് എസെൻഷ്യൽ ആണ്, ബേസിക് ടൈപ്പാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ നിന്നും യു വിൽ ഗെറ്റ് ദ ആൻസർ. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ സി, പ്രൈമറി സോഷ്യലൈസേഷൻ അല്ലേ. പ്രൈമറി സോഷ്യലൈസേഷൻ, സെക്കൻഡറി സോഷ്യലൈസേഷൻ, റീസോഷ്യലൈസേഷൻ, അഡൾട്ട് സോഷ്യലൈസേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമുക്കധികം വളരെയധികം ആവശ്യമുള്ള ഒന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് സോഷ്യലൈസേഷൻ എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഈ സാമൂഹികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് സോഷ്യലൈസേഷൻ നോക്കാം നമുക്ക്. സോഷ്യലൈസേഷൻ ഈസ് ദ ലൈഫ് ലോങ് പ്രോസസ് അല്ലേ. അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ് ത്രൂ വിച്ച് ഇൻഡിവിജ്വൽസ് ഇന്റേണലൈസ് ദ വാല്യൂസ്, ബിലീഫ്സ്, നോംസ് and customs of their society, learning to function as members of a group. ഇപ്പോൾ ഞാൻ എന്നൊരു വ്യക്തി അല്ലേ, എനിക്ക് സൊസൈറ്റിയിൽ ജീവിക്കണം അല്ലേ. അപ്പം ഞാൻ ഈ സൊസൈറ്റിയിൽ ജീവിക്കണമെങ്കിൽ ഞാൻ ഇവിടുത്തെ വാല്യൂസ്, ബിലീഫ്സ്, നോംസ്, കസ്റ്റംസ് ഒക്കെ ഇന്റേണലൈസ് ചെയ്യുക. അത് ഞാനിപ്പോൾ മാത്രമാണോ ചെയ്യുക? എൻ്റെ ഈ ഒരു വയസ്സിൽ മാത്രമാണോ ചെയ്യുക? അല്ല, ഞാൻ എൻ്റെ മരണം വരെ എന്ത് ചെയ്യും? അത് ഇന്റേണലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ടാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണെന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ അല്ലേ, ഒരു ഗ്രൂപ്പിൻ്റെ മെമ്പറായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ എന്ത് ചെയ്യാണ്? ആ സൊസൈറ്റിയുടെ കസ്റ്റംസും ബിലീഫ്സും നോംസും വാല്യൂസും ഒക്കെ ഇന്റേണലൈസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന്
പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യലൈസേഷൻ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. എങ്ങനെയാണ് ഇത് ലൈഫ് ലോങ് പ്രോസസ്സ് ആവുന്നത്? ത്രൂ വിച്ച് ഇൻഡിവിജ്വൽസ് ഇന്റേണലൈസ് ദ വാല്യൂസ്, ബിലീഫ്സ്, നോംസ് ആൻഡ് കസ്റ്റംസ് ഓഫ് ദെയർ സൊസൈറ്റി. അവരുടെ സൊസൈറ്റിയിലെ വാല്യൂസും ബിലീഫ്സും നോംസും ഒക്കെ എന്ത് ചെയ്യാണ്? ഇൻഡിവിജ്വൽസ് ഇന്റേണലൈസ് ഉൾക്കൊള്ളുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സ് ആവാം. എന്തിനു വേണ്ടിയിട്ടാണ് അവരത് ഉൾക്കൊള്ളുന്നത്? ലേണിംഗ് ടു ഫങ്ഷൻ ആസ് മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ്, അല്ലേ? ആ ഗ്രൂപ്പിന്റെ മെമ്പർ ആയിരിക്കുക, അല്ലേ? അവിടുത്തെ ആ ഒരു എങ്ങനെയാണ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്രൂപ്പിന്റെ മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെത്തത്തിൽ എന്ത് ചെയ്യുന്നത്? ഇത് ഇന്റേണലൈസ് ചെയ്യുന്നതും ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സ് ആവുന്നതും. നോക്കൂ, ഇനി നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് സോഷ്യലൈസേഷൻ ഉണ്ട്, അല്ലേ? അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രൈമറി സോഷ്യലൈസേഷൻ നമ്മൾ പറഞ്ഞു, അല്ലേ? എന്തൊക്കെയാ പ്രൈമറി സോഷ്യലൈസേഷനിൽ പറഞ്ഞത്? വളരെ മോസ്റ്റ് എസെൻഷ്യൽ ആണ്, അതുപോലെ തന്നെ ബേസിക് ടൈപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞു, അല്ലേ? മോസ്റ്റ് എസെൻഷ്യൽ ആണ്, ബേസിക് ടൈപ്പ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Occurs from birth to adolescence, primarily within the family. അപ്പോൾ പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ്റെ വളരെ മോസ്റ്റ് എസെൻഷ്യൽ ആണ്, ബേസിക് ടൈപ്പ് ആണ്. പിന്നെ അത് മാത്രമല്ല, എന്താണ്? നമ്മുടെ ജനനം മുതൽ ഏകദേശം ഒരു അഡോളസൻസ് വരെ, അല്ലേ? നമ്മുടെ ഒരു കൗമാര പ്രായം വരെ എന്ത് നടക്കുന്നുണ്ട്? പ്രൈമറി സോഷ്യലൈസേഷൻ നടക്കുന്നുണ്ട്, പ്രൈമർലി വിത്തിൻ ദ ഫാമിലി. പക്ഷേ ഈ ഒരു സോഷ്യലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? പ്രൈമർലി വിത്തിൻ ദ ഫാമിലി, നമ്മുടെ ഫാമിലിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്, അല്ലേ? നമ്മുടെ എല്ലാ പ്രൈമറി കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ വെച്ചിട്ടാണ്. സോ അതുകൊണ്ടാണ് ഇതിനെ പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് സെക്കൻഡറി സോഷ്യലൈസേഷൻ ആണ്, അല്ലേ? സെക്കൻഡ്, ഒരു ദ്വിതീയ സാമൂഹിക വൽക്കം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ്, അല്ലേ? നമ്മുടെ ലൈഫിൽ ഉടനീളം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇൻവോൾവിങ് ലേണിംഗ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഫോർ സ്മോളർ ഗ്രൂപ്പ്സ്. ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഞാൻ ജീവിക്കുന്ന സമയത്ത് ഞാൻ പല ഗ്രൂപ്പിൻ്റെയും ഭാഗമായിട്ട് മാറും, അല്ലേ? ഞാൻ എൻ്റെ പ്രൊഫഷണൽ രീതിയിലൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിരിക്കും. ഞാൻ എൻ്റെ നെയ്ബർഹുഡിൽ, പിന്നെ അത് മാത്രമല്ല എൻ്റെ ഒരു പാഷൻ ഉണ്ടായിരിക്കും, അല്ലേ? എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അവിടെ ചിലപ്പോൾ ഞാനൊരു ഗ്രൂപ്പിൽ ഞാൻ ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുടെ അവരുടെ ആ ഗ്രൂപ്പിൻ്റെ ബിഹേവിയറിനെ അപ്രോപ്രിയേറ്റ് ആയിക്കൊണ്ടുള്ള ലേണിങ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ച് എൻ്റെ മരണം വരെ എന്ന് പറയുന്നത് ഞാൻ പല ഗ്രൂപ്പിൻ്റെയും ഭാഗമായിരിക്കും, അല്ലേ? അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമാവുന്ന സമയത്തൊക്കെ ഞാൻ ആ ഗ്രൂപ്പിൻ്റെ ബിഹേവിയറിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം? കാര്യങ്ങൾ പഠിക്കണം, അല്ലേ? അപ്പോൾ എൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് ലോങ് മുന്നോട്ട് പോകുന്ന ഒന്നാണ്, അല്ലേ? ചിലപ്പോൾ ഞാൻ വാർദ്ധക്യത്തിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇത്തരത്തിലുള്ളൊരു ഓൾഡ് ഏജ് അവിടുത്തെ ഗ്രൂപ്പുകളുമായിട്ടായിരിക്കും ഞാൻ ഇടപെടുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പെരുമാറിയ പോലെ എനിക്ക് അപ്പോൾ പെരുമാറാൻ പറ്റുമോ? ഇല്ല, അവിടെ നീഡ് സം ചേഞ്ച്. സോ അപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ബിഹേവിയറിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരും. സോ അതുകൊണ്ടാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ത്രൂ ഔട്ട് ലൈഫ് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ പറയുന്നത് അഡൾട്ട് സോഷ്യലൈസേഷൻ ആണ്. ഓക്കെ, അഡൾട്ട് സോഷ്യലൈസേഷൻ ഇൻവോൾവ്സ് അഡാപ്റ്റിംഗ് ടു ന്യൂ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻ ത്രൂ ഔട്ട് അഡൾട്ട്ഹുഡ്, അല്ലേ? എന്താണ്? ഇൻവോൾവ്സ് അഡാപ്റ്റിംഗ് ടു ന്യൂ റോൾസ്, അല്ലേ? അഡാപ്റ്റിംഗ് ടു ന്യൂ റോൾസ്, പുതിയ റോളുകൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു. ആൻഡ് എക്സ്പെക്ടേഷൻ ത്രൂ ഔട്ട് അഡൾട്ട്ഹുഡ്, അല്ലേ? അഡൾട്ട്ഹുഡിലോ എക്സ്പെക്ടേഷൻ ത്രൂ ഔട്ട് അഡൾട്ട്ഹുഡ് എന്നാണ് പറയുന്നത്, അല്ലേ? ത്രൂ ഔട്ട് അഡൾട്ട്ഹുഡിൻ്റെ എക്സ്പെക്ടേഷൻ ആണ് അഡൾട്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അഡൾട്ട് പീരീഡിൽ നമ്മുടെ ഒരു യൗവന കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പുതിയ പുതിയ റോൾസുകൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ യൗവന കാലഘട്ടത്തിലായിരിക്കും ലവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, മാരേജ് ഉണ്ടാകുന്നത്. അപ്പോഴേക്കും നമ്മൾ പുതിയ പുതിയ റോളുകൾ എടുക്കുകയാണ്, അല്ലേ? സോ അതാണ് അഡൾട്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിംഗിളായി നടന്നൊരു വ്യക്തി കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മൾ പറയും, നീ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് മാറി, അല്ലേ? നമ്മൾ പറയും, അല്ലേ? അപ്പോൾ അതാണ്
അപ്പം ചിലപ്പോൾ എന്തായിരിക്കും, കൂടെ വരുന്ന പാർട്ട്ണറുടെ ഒരു സ്വാധീനം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി ചേഞ്ച്ഡ് ആവണം, ഞാൻ ഒന്നുകൂടി സിസ്റ്റമാറ്റിക് ആവണം എന്ന് പലർക്കും ചിന്ത വരും അല്ലേ. ബോത്ത് മെൻ ആൻഡ് വുമൺ അല്ലേ, ആർക്ക് വേണമെങ്കിലും ചേഞ്ച് വരാം. സോ അതൊക്കെയാണ് ഈ അഡൾട്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് അഡൾട്ട്ഹുഡിലാണ് ഈ ഒരു എക്സ്പെക്ടേഷൻ നടക്കുന്നത് അല്ലേ. അത് അഡൾട്ട്ഹുഡിൽ നടക്കുന്ന ഒരു സോഷ്യലൈസേഷൻ ആണ് അഡൾട്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് റീസോഷ്യലൈസേഷൻ. Re-socialization, re-socialization, the process of unlearning old behaviors and learning new ones, often occurring total institution or when moving to a new culture. അല്ലേ, ഇവിടെ എന്താ പറയുന്നത്, റീസോഷ്യലൈസേഷൻ ആണ്. അൺലേണിങ് ഓൾഡ് ബിഹേവിയേഴ്സ്, നമ്മുടെ മുന്നേ ഉള്ള ബിഹേവിയേഴ്സ് നമ്മൾ മറന്നിട്ട് അല്ലെങ്കിൽ നമ്മളത് അൺലേൺ ചെയ്തിട്ട് നമ്മൾ പുതിയ പുതിയ ന്യൂ വൺ നമ്മൾ പഠിക്കുക. സോ അതാണ് റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കൊരു പഠിക്കാനുള്ള ഒരു കാനഡയിൽ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി, നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, ഒരു ന്യൂ കൾച്ചറിലോട്ട് നമ്മൾ പോവുകയാണ്. ആ ന്യൂ കൾച്ചറിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അതുവരെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് പഠിച്ച ആ ഒരു കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ ഉണ്ടാവുക. അപ്പം നമ്മൾ പഴയ ഓൾഡ് ബിഹേവിയേഴ്സ് നമ്മൾ അൺലേൺ ചെയ്തുകൊണ്ട് പുതിയ ന്യൂ വണ്ണിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്വീകരിക്കും. സോ അതാണ് റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഒക്കോറിങ് അല്ലേ, അത് എവിടേക്ക് ഒക്കോർ ചെയ്യുന്നുണ്ട്, ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മളൊരു ന്യൂ കൾച്ചർ മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റീസോഷ്യലൈസേഷൻ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഓൾഡ് ബിഹേവിയേഴ്സിനെ അൺലേൺ ചെയ്തുകൊണ്ട് പുതിയ ഒന്നിനെ നമ്മൾ പഠിക്കുന്നതാണ് റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഷ്യലൈസേഷൻ: പ്രൈമറി സോഷ്യലൈസേഷൻ, സെക്കൻഡറി സോഷ്യലൈസേഷൻ, അഡൾട്ട് സോഷ്യലൈസേഷൻ ആൻഡ് റീസോഷ്യലൈസേഷൻ അല്ലേ. പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആണ്, ബേസിക് ടൈപ്പാണ്, ബർത്ത് ടു അഡോളസൻസ് ആണ്, ഫാമിലിയിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ലൈഫ്, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ത്രൂ ഔട്ട് ലൈഫ് നടക്കുന്ന സോഷ്യലൈസേഷൻ്റെ ടൈപ്പ് ഏതാണ്, അത് സെക്കൻഡറി ആണ്. നമ്മുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ നമ്മൾ പഠിക്കുന്നു. അഡൾട്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അഡൾട്ട്ഹുഡിൽ നമ്മൾ പുതിയ റോൾസ് അഡാപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നു. റീസോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് പഴയ ബിഹേവിയേഴ്സിനെ നമ്മൾ അൺലേൺ ചെയ്തുകൊണ്ട് പുതിയതിനെ നമ്മൾ ലേൺ ചെയ്തെടുക്കുന്നതിന് നമ്മൾ റീസോഷ്യലൈസേഷൻ എന്നും പറയുന്നു. സോ ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ പുതിയ സിലബസിൽ ഉള്ളൊരു ഭാഗമാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരാം, നമ്മുടെ ICDS സൂപ്പർവൈസിൻ്റെ ക്ലാസ്സുകൾ ഉടനെ തന്നെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് സോഷ്യലൈസേഷൻ, അതിൻ്റെ ടൈപ്പുകൾ, സോഷ്യലൈസേഷൻ്റെ ഏജൻസികൾ, ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ: joined together and working together for a common goal is generally called. ഒന്നുകൂടി വായിക്കാം. joined together അല്ലേ, joined together and working together അല്ലേ, joined together and working together for a common goal. ഒരു പ്രത്യേക ഒരു കോമൺ ഗോൾ അല്ലേ, ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുക, ഒരുമിച്ച് ജോയിൻ ചെയ്യുക. ഇതിന് നമ്മൾ ജനറലി എന്താണ് വിളിക്കുന്നത്? ഒരു കോമൺ ഗോളാണ്, നോട്ട് എ സ്പെസിഫിക് ഗോൾ. ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തതിനും ഒരുമിച്ച് ജോയിൻ ചെയ്തതിനും നമ്മൾ എന്താണ് പൊതുവെ പറയുന്നത്? ഓപ്ഷൻ എ അക്കോമഡേഷൻ, ആൻഡ് ഓപ്ഷൻ ബി കോൺഫ്ലിക്റ്റ്, ഓപ്ഷൻ സി അസിമിലേഷൻ, ഓപ്ഷൻ ഡി കോപ്പറേഷൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കോമൺ ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് പൊതുവെ നമ്മൾ എന്താ വിളിക്കാം? എന്തായിരിക്കും വിളിക്കാം? നോക്കൂ, കോപ്പറേഷൻ. ഞാൻ അതാണ് കോമൺ ഗോൾ എന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് അല്ലേ. അപ്പൊ കോമൺ ഗോളിന് വേണ്ടി നമ്മൾ പൊതുവെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതും ഒരുമിച്ച് ജോയിൻ ചെയ്തതിന് നമ്മൾ കോപ്പറേഷൻ അല്ലേ. കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്ത് പറയും? സഹകരണം അല്ലേ, സഹകരണം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം അല്ലേ. അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ നമ്മുടെ
സോഷ്യൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഒരു സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്ന സോഷ്യോളജിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഭാഗത്ത് വരുന്ന ഒരു ഏരിയ ആണ് ഈ കോപ്പറേഷൻ, അസിമുലേഷൻ, അക്കോമഡേഷൻ എന്നൊക്കെ പറയുന്നത്. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് സോഷ്യൽ പ്രോസസ്സ് ഉണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ പ്രോസസ്സുകളുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ പ്രോസസ്സുകളുണ്ട്. അതിൽ പോസിറ്റീവ് സോഷ്യൽ പ്രോസസ്സിൽ വരുന്ന ഒന്നാണ് കോപ്പറേഷൻ. പോസിറ്റീവ് സോഷ്യൽ പ്രോസസ്. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ പ്രോസസ്സിൽ വരുന്ന ഒന്നാണ് കോപ്പറേഷൻ. അപ്പൊ കോൺഫ്ലിക്റ്റ് ഏതായിരിക്കും? കോൺഫ്ലിക്റ്റ് അല്ലെ? കോൺഫ്ലിക്റ്റ് വരുന്നത് നെഗറ്റീവ് സോഷ്യൽ പ്രോസസ്സിലാണ്. നെഗറ്റീവ് സോഷ്യൽ പ്രോസസ് ആണ്. ഓക്കെ, സോ അതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ എടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കോപ്പറേഷൻ എന്താ നോക്കാം. ഓക്കെ, അപ്പൊ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ സോഷ്യൽ പ്രോസസ് ആണ്. ഓക്കെ, ഒരു ഫണ്ടമെന്റൽ, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സോഷ്യൽ പ്രോസസ് ആണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കോ ആൻഡ് ഒപ്പേരാറി അല്ലെ? കോ ആൻഡ് ഒപ്പേരാറി അല്ലെ? ലാറ്റിൻ പദമായിട്ടുള്ള, ഇമ്പോർട്ടന്റ് ആണ്, ലാറ്റിൻ പദമായ കോ അതുപോലെ തന്നെ ഒപ്പേരാറി എന്ന് പറയുന്ന വാക്കുകളിൽ നിന്നാണ് കോപ്പറേഷൻ എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. എന്താ കോ എന്ന് വെച്ചാൽ ടുഗദർ, കോ എന്ന് വെച്ചാൽ ടുഗദർ, ഒപ്പേരാറി എന്ന് വെച്ചാൽ ടു വർക്ക്. ഓക്കെ, സോ കോപ്പറേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ പ്രോസസ്സിൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ പ്രോസസ് ആണ്. ദെൻ അത് 2 ലാറ്റിൻ പദങ്ങളാണ്. ലാറ്റിൻ പദങ്ങൾ കേട്ടോ, സ്ട്രെസ് ചെയ്യുക, ലാറ്റിൻ പദങ്ങൾ, നോട്ട് ഗ്രീക്ക്. ലാറ്റിൻ പദങ്ങളിൽ നിന്ന്, 2 ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് കോപ്പറേഷൻ എന്ന് പറയുന്ന വാക്കുണ്ടായത്. ഏതൊക്കെയാണ് ആ 2 ലാറ്റിൻ പദങ്ങൾ? ഒന്നാമത്തത് കോ, രണ്ടാമത്തത് ഒപ്പേരാറി. വാട്ട് യു മീൻ ബൈ കോ? കോ എന്ന് വെച്ചാൽ ടുഗദർ, ഒപ്പേരാറി എന്ന് വെച്ചാൽ ടു വർക്ക്. ഓക്കെ, ആ 2 പദങ്ങളിൽ നിന്നാണ് എന്തുണ്ടായത്? കോപ്പറേഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത്. കോപ്പറേഷൻ എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത്. It is defined as a form of social interaction where 2 or more individuals or groups work unitedly to achieve a shared or common goal. അല്ലേ? It is defined as a form of social interaction അല്ലെ? ഇത് ഒരു സോഷ്യൽ ഇന്ററാക്ഷന്റെ ഒരു ഫോം ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സാമൂഹിക ഇടപെടലിന്റെ ഒരു ഫോം അല്ലെ, ഒരു രൂപമായിട്ടാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ ടു അല്ലെ, 2 or more അല്ലെ, 2 അതിലധികമോ, ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് അല്ലെ, 2 അതിലധികമോ വ്യക്തികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ വർക്ക് യുണൈറ്റഡ്ലി അല്ലെ, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു. ടു അച്ചീവ് എ ഷെയർഡ് ഓർ കോമൺ ഗോൾ അല്ലെ, എന്തിനു വേണ്ടിയിട്ട് അവർ അങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഒരു കോമൺ ഗോള് അല്ലെങ്കിൽ ഒരു ഷെയർഡ് ഗോള് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഇൻഡിവിജ്വലോ ഗ്രൂപ്പോ 2 അതിലധികമോ വ്യക്തികളോ ഗ്രൂപ്പുകളോ അടങ്ങുന്ന അവരുടെ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ഫോം ആണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ് വൺ മോർ ടൈം. ഇതെന്ന് പറയുന്നത്, കോപ്പറേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഇന്ററാക്ഷന്റെ ഒരു ഫോമാണ്. ഇവിടെ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് വർക്ക് യുണൈറ്റഡ്ലി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു. ആര്? 2 or more individuals അല്ലെ, 2 അതിലധികമോ വ്യക്തികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ, അങ്ങനെ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു തരത്തിലുള്ള സാമൂഹിക ഇടപെടലാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ചിലപ്പോൾ കോപ്പറേഷനെ വേറെ രീതിയിലൊക്കെ ചോദിക്കും, അപ്പോഴൊന്നും മാറരുത്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതും നിങ്ങളും റിപ്പീറ്റ് ചെയ്തിട്ട് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Among the following, which one is not a characteristics of joint family? Among the following, which one is not a characteristics of joint family? താഴെ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സില് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബത്തിന്റെ ജോയിന്റ് ഫാമിലിയുടെ സ്വഭാവ സവിശേഷതകൾ അല്ലാത്തത് ഏത്? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചു വായിക്കുക. ചിലപ്പോൾ ഈ നോട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ കണ്ടില്ല എന്ന് വരാം. ചിലപ്പോൾ അവർ ബോൾഡ് ചെയ്തിട്ട് തരും അല്ലേ? ചിലപ്പോൾ അവർ എന്ത് ചെയ്യും, ഇങ്ങനെ ബോൾഡ് ചെയ്തിട്ടൊക്കെ തരും. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ പെടും. അഥവാ എന്ത് ചെയ്യില്ല, ബോൾഡ് ചെയ്ത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് നോക്കുക.
എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ നോട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ജോയിന്റ് ഫാമിലി മീൻസ് കൂട്ടുകുടുംബം. കൂട്ടുകുടുംബത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നവര്. അപ്പോൾ നമ്മുടെ പുതിയ സിലബസിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് ജോയിന്റ് ഫാമിലി അല്ലേ. ഫാമിലിയെ കുറിച്ച് മൊത്തത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ തന്നെ ജോയിന്റ് ഫാമിലിയിൽ വരുന്ന മോഡേൺ ട്രെൻഡ്സുകള്, ചേഞ്ചുകള്, അതെന്താണ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ സിലബസിന്റെ ഫസ്റ്റ് മോഡ്യൂളിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു അണ്ടറിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. സോ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതിൽ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് ജോയിന്റ് ഫാമിലിയുടെ അല്ലാത്തതെന്ന് മനസ്സിലാകും. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കോമൺ പ്രോപ്പർട്ടി ആൻഡ് ഹോൾഡിങ്സ്. And option B, living in same roof and using of same hearth. Then C, common worship and kinder together. And option D, individuality and achieved status. വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടണം. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് കോമൺ പ്രോപ്പർട്ടി ആൻഡ് ഹോൾഡിങ്സ് ആണ്, ചിന്തിക്കുക. ബി എന്ന് പറയുന്നത് ലിവിങ് ഇൻ സെയിം റൂഫ് ആൻഡ് യൂസിങ് ഓൺ സെയിം ഹെർത്ത്. സി കോമൺ വേർഷിപ്പ് and kinder together. D individuality and achieved status. ആൻസർ നോക്കാം. ആൻസർ ഡി ആണ് വരുന്നത്, ഇൻഡിവിജ്വാലിറ്റി ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. നമ്മൾ ആ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അല്ലെ, ജോയിന്റ് ഫാമിലി എന്താന്ന് നമ്മൾ മുന്നത്തെ സിലബസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലെ. A joint family is one in which all members of the family live under the same roof. അല്ലെ, all family അല്ലെങ്കിൽ all members of the family live under the same roof. അല്ലെ, ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നു. ഫാമിലിയിലെ എല്ലാ അംഗങ്ങളും ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നു. അതിനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ജോയിന്റ് ഫാമിലി എന്ന് പറയാൻ സാധിക്കുക അല്ലെ. ഒരു ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും സെയിം റൂഫിന് കീഴിൽ ജീവിക്കുന്നതിനെയാണ് നമ്മൾ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. Then joint family is typically characterized by collective living, common property holdings, a shared kitchen or hearth, common worship, and a focus on collective welfare rather than the individual. അല്ലെ, ഇവിടെ എന്താ പറയുന്നത്, ജോയിന്റ് ഫാമിലിയിൽ ഒരുപാട് സ്വഭാവ സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണ്? അതൊരു കൂട്ടായ ജീവിതമായിരിക്കും, കളക്റ്റീവ് ലിവിങ് ആയിരിക്കും. ഒന്നാമത്തെ പോയിന്റ് ആണ് കളക്റ്റീവ് ലിവിങ് ആയിരിക്കും. ഒരു കോമൺ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹോൾഡിങ്സ് ഉണ്ടായിരിക്കും അല്ലെ, അവർക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെ, അത് പൊതുവായ സ്വത്ത് പൊതുവായ കൈവശം വെക്കലായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കാം. ഒരു ഷെയർഡ് കിച്ചണും ഷെയർഡ് ഹേർത്തും അവർക്ക് ഉണ്ടായിരിക്കും അല്ലെ, കോമൺ ആയിട്ടുള്ള കിച്ചൺ ആയിരിക്കും ഉണ്ടായിരിക്കാം. കോമൺ ആയിട്ടുള്ള ആരാധനകളാണ് അവർക്ക് ഉണ്ടായിരിക്കുക, കോമൺ വേർഷിപ്പ്. പിന്നെ അവരെപ്പോഴും എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? കളക്റ്റീവ് വെൽഫെയർ റാദർ ദാൻ ദി ഇൻഡിവിജ്വൽ. വ്യക്തി ക്ഷേമത്തിനേക്കാൾ ഉപരി കൂട്ടായ ക്ഷേമത്തിനായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ പൊതുവെ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോയിന്റ് ഫാമിലി ആയിരിക്കും കൂടുതൽ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഇപ്പോൾ നമ്മുടെ ഒക്കെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇപ്പോൾ സിംഗിൾ പാരന്റ് ഫാമിലി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ കൂടെയുള്ള പാർട്ട്ണറുടെ ഡെത്ത് മൂലയോ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും മറ്റേ പാർട്ട്ണർ ഒറ്റയ്ക്കാവും. അപ്പോൾ കുട്ടികളെ വളർത്തുന്നൊക്കെ ഒറ്റയ്ക്ക് എന്നുള്ളൊരു ചിന്ത വരും. നേരെ വെച്ച് ജോയിന്റ് ഫാമിലി അത്തരത്തിലൊരു പേടി അവിടെ ഉണ്ടാവില്ല അല്ലെ. ഒരു മെമ്പർ ഡെത്ത് ആയി പോയാലും ആ മെമ്പറുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എലോൺ ആയി പോകുന്നില്ല അല്ലെ. അവർക്ക് ലോൺലെസ് ഫീൽ ചെയ്യുന്നില്ല. കാരണം വീട്ടിൽ ഒരുപാട് വേറെ ആളുകൾ ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ എല്ലാവരും ഒരുപോലെയാ ചെയ്യുന്നത്. ഫുഡിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വരുന്നില്ല, ഒന്നും പ്രശ്നം വരുന്നില്ല. പക്ഷെ എന്താണ്, അവിടെ വ്യക്തികൾക്ക് ഒരു വ്യക്തി സ്വാതന്ത്ര്യം വളരെ കുറവായിരിക്കും. അതിന് ഒരുപാട് നെഗറ്റീവ് വശങ്ങളുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറയുന്നുണ്ട്. വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കുറവായിരിക്കും. അവരുടെ ഇമോഷൻസ് ചിലപ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടി കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഒരു ഇൻഡിവിജ്വാലിറ്റിക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, അത് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്, ഇൻഡിവിജ്വാലിറ്റിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് ന്യൂക്ലിയർ ഫാമിലിയാണ്. ജോയിന്റ് ഫാമിലിയിൽ അത്തരത്തിലൊരു പ്രാധാന്യം കൊടുക്കലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. എപ്പോഴും കുടുംബത്തിലെ തലമൂത്ത കാരണവരായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് കേട്ട് അനുസരിക്കുന്നവരായിരിക്കും യങ്ങേഴ്സ് ആയിട്ടുള്ള ആളുകൾ
ആളുകള്. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിരിക്കും ജോയിന്റ് ഫാമിലി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ പറയും ഒരു 3 ജനറേഷൻ വരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജോയിന്റ് ഫാമിലിയിൽ വരും അല്ലെ. ഫാദറ്, മദറ്, കുട്ടികള് അല്ലെ. ആ കുട്ടികള് കല്യാണം കഴിച്ചവരാകും, എല്ലാവരും ഉണ്ട്, കല്യാണം കഴിച്ചവരായിരിക്കും അതില്. ആന്റി, അങ്കിള്, ഗ്രാൻഡ് പാരന്റ്സ്, അങ്ങനെ ഏകദേശം ഒരു 3 ജനറേഷൻ ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഈ ജോയിന്റ് ഫാമിലിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, പണ്ടത്തെ കാലത്തൊക്കെ ഇത് വളരെയധികം നോട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, 3 ജനറേഷൻ. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചോദിക്കാം കേട്ടോ, ഓരോ ഫാമിലി തന്നിട്ട് ഓരോ ഫാമിലിയുടെയും സവിശേഷങ്ങൾ തന്നിട്ട് ഇത് ഏത് ഫാമിലിയാണെന്നൊക്കെ ചോദിക്കാം. ചിലപ്പോൾ 3 ജനറേഷൻ എന്ന് മാത്രമേ തരുള്ളൂ. അപ്പൊ മനസ്സിലാക്കി വെക്കുക, അത് ജോയിന്റ് ഫാമിലി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ന്യൂക്ലിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മാരീഡ് അല്ലാത്ത കുട്ടികൾ എന്നാണ് വരിക. എക്സ്റ്റൻഡ് ഫാമിലി എന്താ വരിക, ഹസ്ബൻഡും വൈഫും മാരീഡ് ഓർ അൺമാരീഡ് ചിൽഡ്രൻസ് വിത്ത് ദെയർ പാരൻസ്. അത് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും പാരൻസും ഉണ്ടായിരിക്കും. സോ അതാണ് എക്സ്റ്റൻഡ് ഫാമിലി എന്ന് പറയുന്നത്. സോ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, കളക്റ്റീവ് ലിവിങ് ഉണ്ടായിരിക്കും, കോമൺ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, ഷെയർഡ് കിച്ചൺ ഉണ്ടായിരിക്കും, കോമൺ വേർഷിപ്പ് ഉണ്ടായിരിക്കും, കളക്റ്റീവ് വെൽഫെയറിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇല്ലം. ഇല്ലം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇല്ലം, ഇല്ലം എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പരിചിതമുള്ളൊരു വാക്കായിരിക്കും. ഇല്ലം എന്ന് പറയുന്ന ഈ ഒരു ഇത് ഇസ് എൻ എക്സാമ്പിൾ ഓഫ്, ഏതിന്റെ എക്സാമ്പിൾ ആണ്? അപ്പൊ ഇതും വരുന്ന ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി എന്ന് പറയുന്ന ഏരിയ ആണ്. ഓക്കെ, ഫാമിലി എന്ന് പറയുന്ന ഏരിയ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോക്കൂ, ഒരുപാട് ക്വസ്റ്റ്യൻ ഫാമിലി എന്ന് വന്നു അല്ലെ. അപ്പോൾ ഇപ്രാവശ്യത്തെ സിലബസും അങ്ങനെ തന്നെയാണ്. ഫാമിലി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന് കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ അതിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇല്ലം എന്ന് പറയുന്നത് ഏതിന്റെ എക്സാമ്പിൾ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പാട്രിയാർക്കൽ ജോയിന്റ് ഫാമിലി, and option B patriarchal nuclear family, and C matriarchal joint family, and D matriarchal nuclear family. അല്ലേ, അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാമിലീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആകെ അറിയുന്ന ഫാമിലി പാട്രിയാർക്കൽ ഫാമിലി, മാട്രിയാർക്കൽ ഫാമിലി. അതിൽ തന്നെ നോക്കൂ, വേറെ 2 ഇത് വന്നിട്ടുള്ളത് പാട്രിയാർക്കൽ ജോയിന്റ് ഫാമിലി ആണോ, പാട്രിയാർക്കൽ ന്യൂക്ലിയർ ഫാമിലി ആണോ, മാട്രിയാർക്കൽ ജോയിന്റ് ഫാമിലി ആണോ, മാട്രിയാർക്കൽ ന്യൂക്ലിയർ ഫാമിലി ആണോ? അപ്പൊ ഏതാണ് ഇല്ലം എന്ന് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ഏതായിരിക്കാം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇല്ലം, പണ്ട് കാലത്തൊക്കെ ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലത്തെ നമ്പൂതിരി എന്നൊക്കെ നിങ്ങൾ ഉണ്ടായിരിക്കും. നോക്കൂ, പാട്രിയാർക്കൽ ജോയിന്റ് ഫാമിലിയുടെ എക്സാമ്പിൾ ആണ് ഇല്ലം എന്ന് പറയുന്നത് അല്ലെ. പാട്രിയാർക്കൽ ജോയിന്റ് ഫാമിലിയുടെ ഒരു എക്സാമ്പിൾ ആണ് ഇല്ലം എന്ന് പറയുന്നത്. ആൻഡ് ഇല്ലം ഈസ് ദ ട്രഡീഷണൽ ഹൗസ് ഹോൾഡ് ഓഫ് ദി നമ്പൂതിരി ബ്രാഹ്മിൻസ് ഓഫ് കേരള. കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മിൻസിന്റെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ഹൗസ് ഹോൾഡിനെയാണ് നമ്മൾ പൊതുവെ ഇല്ലം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് പാട്രിയാർക്കൽ ജോയിന്റ് ഫാമിലി. കേട്ടോ, കൃത്യമായിട്ട് പഠിച്ചിട്ട് വെക്കാം. പാട്രിയാർക്കൽ ജോയിന്റ് ഫാമിലി, പിതർ മേധാവിത്വ കൂട്ടുകുടുംബം, നമ്മൾ അങ്ങനെ മലയാളത്തിൽ പറയൂ കേട്ടോ, പിതർ മേധാവിത്വ കൂട്ടുകുടുംബം. പിതർ മേധാവിത്വ കൂട്ടുകുടുംബം. അപ്പോൾ പിതർ മേധാവിത്വ കൂട്ടുകുടുംബത്തിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് എന്ത്, നമ്മുടെ ഇല്ലം. ഇല്ലം എന്ന് പറയുന്നത് നമ്പൂതിരി ബ്രാഹ്മിൻസ് ഓഫ് കേരളയുടെ ഹൗസ് ഹോൾഡിന്, ട്രഡീഷണൽ ഹൗസ് ഹോൾഡിനെയാണ് നമ്മൾ പൊതുവെ പാട്രിയാർക്കൽ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ എൽഡസ്റ്റ് മെയിൽ മെമ്പർ, അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കും? കാരണവർ.
ഈസ് ദ അബ്സല്യൂട്ട് ഹെഡ് ആൻഡ് ഡിസിഷൻ മേക്കർ. അപ്പോൾ ഈ ഇല്ലത്തിലെ അല്ലെങ്കിൽ ആ ഹൗസ് ഹോൾഡിലെ തലമൂത്ത കാരണവർ അല്ലെ, എൽഡസ്റ്റ് മെയിൽ മെമ്പർ, ഏറ്റവും മുതിർന്നിട്ടുള്ള പുരുഷാംഗം അല്ലെ, എൽഡസ്റ്റ് ആയിട്ടുള്ള പുരുഷാംഗം, അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കും? കാരണവർ എന്ന് വിളിക്കും. അദ്ദേഹമാണ് അവിടുത്തെ അബ്സല്യൂട്ട് ഹെഡും അതുപോലെ തന്നെ എന്തും വരുന്നത്? ഡിസിഷൻ മേക്കറും ആയിട്ട് വരുന്നത്. Where only the eldest son inherits the family property and is permitted to marry within the caste to keep the estate intact. അല്ലെ, അവിടുത്തെ തലമൂത്ത സൺ, എൽഡസ്റ്റ് സണ്ണിനായിരിക്കും ഈ പിതാവിന്റെ സ്വത്ത് എന്ത് ചെയ്യുന്നത്? കൈമാറ്റം ചെയ്തു പോകുന്നത് അല്ലെ. ഇൻഹെറിറ്റ് ദ ഫാമിലി പ്രോപ്പർട്ടി ആൻഡ് ഈസ് പെർമിറ്റഡ് ടു മാരി വിത്തിൻ ദ കാസ്റ്റ്. സ്വന്തം ജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കാൻ അവർക്ക് പെർമിഷൻ ഉണ്ടായിരിക്കുള്ളൂ. എന്തിനാണ്? ഭൂമിയൊന്നും പുറത്തു പോവാതിരിക്കാനും അല്ലെ. ആൻഡ് ടു കീപ് ദ എസ്റ്റേറ്റ് ഇൻടാക്ട്. ദെൻ ഇറ്റ് ഈസ് എ ലാർജ് മൾട്ടി ജനറേഷണൽ ജോയിന്റ് ഫാമിലി ഷെയറിങ് എ കോമൺ റെസിഡൻസ് ആൻഡ് കിച്ചൺ. അപ്പോൾ ഇല്ലം എന്ന് പറയുന്നത് ഒരു ലാർജ് ആയിട്ടുള്ള, വളരെ മൾട്ടി ജനറേഷൻ ആയിട്ടുള്ള അല്ലെ, ഒരുപാട് ജനറേഷൻ അടങ്ങുന്ന ഒരു ജോയിന്റ് ഫാമിലിയാണ്. അവർക്കൊരു കോമൺ റെസിഡൻസ് ആണ് ഉണ്ടായിരിക്കുക അല്ലെ. വളരെ പൊതുവായൊരു പാർപ്പിടമായിരിക്കും, പൊതുവായ അടുക്കളയൊക്കെ ആയിരിക്കും ഈ ഇല്ലത്തിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോ ഇല്ലം എന്ന് പറയുന്നത് കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മിൻസിന്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് ആണ്. അത് എന്തിനു ഉദാഹരണമാണ്? പാട്രിയാർക്കൽ ജോയിന്റ് ഫാമിലി, പിതൃമേധാവിത്വ കൂട്ടുകുടുംബത്തിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഇല്ലം എന്ന് പറയുന്നത്. ഈ ഇല്ലത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അവിടുത്തെ അബ്സല്യൂട്ട് ഹെഡ് എന്ന് പറയുന്നതും ആ ഇല്ലത്തിലെ എൽഡസ്റ്റ് ആയിട്ടുള്ള മെയിൽ മെമ്പർ ആയിരിക്കും. അദ്ദേഹത്തെ നമ്മൾ എന്താ വിളിക്കുക? കാരണവർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. ദെൻ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ പിന്നീട് ആര് വഴിയാ കൈമാറ്റം ചെയ്യുന്നു പോകുന്നത്? പിന്നീട് വരുന്ന എൽഡസ്റ്റ് സണ്ണ് അല്ലെ, അവർക്കായിരിക്കും എന്ത് ചെയ്യുക? ഈ ഒരു പ്രോപ്പർട്ടി ഒക്കെ പോവുക. അവരെന്ത് ചെയ്യും? സ്വന്തം ജാതിയിൽ തന്നെ വിവാഹം കഴിക്കും. പിന്നെ ഇവരെല്ലാവരും ഒരു കോമൺ റെസിഡൻസിന്റെ കീഴിലും കോമൺ കിച്ചന്റെ കീഴിലും ഒരു ജീവിക്കുന്ന വളരെ മൾട്ടി ജനറേഷൻ ആയിട്ടുള്ള ഒരു ജോയിന്റ് ഫാമിലി ആയിരിക്കും. വളരെ ബിഗ് ആണ് അല്ലെ, ഇത് വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റമാണ് ഇല്ലം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പോക്സോ ആക്ട് വാസ് എനാക്റ്റഡ് ബൈ ദ പാർലമെന്റ് ഇൻ ദ ഇയർ അല്ലെ. പോക്സോ ആക്ട് അല്ലെ, പോക്സോ ആക്ട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പോക്സോ ആക്ടും ജുവനൈൽ ജസ്റ്റിസ് ആക്ടും ഒക്കെ നമുക്ക് നമ്മുടെ സിലബസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. എന്തായാലും ഒരു പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യന് ഇപ്രാവശ്യത്തെ ICDS-നൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആക്ടുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ പോക്സോ ആക്ട് എന്ന് പറയുന്നത് സിമ്പിളാണ്, അതായത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. അങ്ങനെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒന്നും തന്നെ അതിലില്ല. ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ സൂപ്പർവൈസറിന്റെ ക്ലാസ്സുകളിലും ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻസ് A 2016, ഓപ്ഷൻ C 2012, ഓപ്ഷൻ B 2014, ഓപ്ഷൻ D 2018 അല്ലെ. വയലൻസ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ, വയലൻസ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ ഈ ഒരു മേഖലയിലാണ് എന്ത് വരുന്നത്? നമുക്ക് നമ്മുടെ സിലബസിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വയലൻസ് എഗെയിൻസ്റ്റ് വുമൺ, വയലൻസ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ, അതിൽ വരുന്ന ഒരു ആക്ട് ആണ് പോക്സോ ആക്ട് അല്ലേ. പോക്സോ ആക്ടിന്റെ ഫുൾ ഫോം പഠിക്കണം. ഓക്കെ, ദെൻ ഇത് പാർലമെന്റ് ഇത് പാസ്സാക്കിയ ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, അറിയുന്നുണ്ടായിരിക്കില്ലേ നിങ്ങൾക്ക്? 2012 കേട്ടോ, 2012. ഓക്കെ, നവംബർ 14-നൊക്കെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് വന്നത്, ശിശുദിനത്തിന്റെ അന്ന് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, ദ ആക്ട് വാസ് എനാക്റ്റഡ് ഓൺ June 19, 2012. ഓക്കെ, June 19, 2012 ഈ ആക്ട് എനാക്റ്റഡ് അല്ലെ,
അങ്ങനെയൊക്കെ ചോദിക്കട്ടോ. എനാക്ട് ചെയ്തത് എന്നാണ്, എൻഫോഴ്സ് ചെയ്തത് എന്നാണ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ രണ്ടും എന്ത് ചെയ്യാം, ഡിഫറെന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചിട്ട് വെക്കുക. ഈ ഒരു ആക്ട് എനാക്ട് ചെയ്തത് ജൂൺ 19, 2012 ജൂൺ 19, 2022 ഇത് ഈ ഒരു ആക്ട് എനാക്ട് ചെയ്തത്. ഇറ്റ് വാസ് എൻഫോഴ്സ്ഡ് ഓൺ November 14, 2012. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും അല്ലെ. November 14 എന്താണ്, ശിശുദിനമാണ് അല്ലെ. ഈ ശിശുദിനത്തിന് എന്നാണ് ഇത് എന്ത് ചെയ്തത്, ഇത് എൻഫോഴ്സ്ഡ് ആയത്. അപ്പോ എൻഫോഴ്സ് ചെയ്തത് ശിശുദിനത്തിന്റെ അന്നാണ്, November 14, 2012. എനാക്ട് ചെയ്തത് ജൂൺ 19, 2012 ഇയർ സെയിം ആണ്. ഇതിൽ മാത്രമേ ജൂൺ കഴിഞ്ഞിട്ട് നവംബറിലാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് എനാക്ട് ചെയ്തു, പിന്നെ എൻഫോഴ്സ് ചെയ്തു. ആലോചിച്ച് വെക്കാം. ദ ആക്ട് വാസ് എനാക്റ്റഡ് ടു പ്രൊട്ടക്ട് children from offenses of sexual assault, sexual harassment and pornography and safeguard the interest and well-being of children. അല്ലേ, കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുക, അവരുടെ വെൽബീയിങ് സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പോക്സോ ആക്ട് 2012 നിലവിൽ വന്നിട്ടുള്ളത് അല്ലെ. കുട്ടികളെ എന്ത് ചെയ്യുക, പലതരത്തിലുള്ള ഒഫൻസുകളിൽ നിന്ന്, ഏതൊക്കെയാണ് ഒഫൻസ്, സെക്ഷൽ അസാൾട്ട്. സെക്ഷൽ അസാൾട്ട് എന്ന് വെച്ചാൽ ലൈംഗിക അതിക്രമം, സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് വെച്ചാൽ ലൈംഗിക പീഡനം, ദെൻ പോണോഗ്രഫി അല്ലെ, കുട്ടികളെ പോണോഗ്രഫിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഒഫൻസുകൾ. ഇത്തരത്തിലുള്ള ഒഫൻസുകളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവരുടെ വെൽബീയിങ്ങിന് നമ്മൾ എന്ത് ചെയ്യുക, മുൻതൂക്കം കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂട്ടാണ് 2012 എന്ത് ചെയ്ത് പോക്സോ ആക്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്, കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടികളെ ഏതൊക്കെ ഒഫൻസിൽ നിന്നാണ് സംരക്ഷിക്കേണ്ടത്, സെക്ഷൽ അസോൾട്ട്, സെക്ഷൽ ഹറാസ്മെന്റ് ആൻഡ് പോണോഗ്രഫി. ഇത് എന്താണ് എനാക്ട് ചെയ്തത്, ജൂൺ 19, 2012. എന്നാണ് എൻഫോഴ്സ് ചെയ്തത്, November 14, 2012 ശിശുദിനം. ആലോചിച്ച് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Gerontology is the study of. Gerontology is the study of. ഓക്കെ, അപ്പോൾ ജെറന്റോളജി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ജെറന്റോളജി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ എ ആസ്പെക്ട്സ് ഓഫ് ഏജിങ്, ആൻഡ് ഓപ്ഷൻ ബി ആസ്പെക്ട്സ് ഓഫ് മാരേജ്, ആൻഡ് സി ആസ്പെക്ട്സ് ഓഫ് വുമൺ, ആൻഡ് ഡി ആസ്പെക്ട്സ് ഓഫ് യൂത്ത്. ജെറന്റോളജി എന്ന് പറയുന്നത് ഏജിങ് ആവുന്നതിനെ കുറിച്ചുള്ള പഠനമാണോ, മാരേജ് ആണോ, വുമൺസിനെ കുറിച്ചാണോ, യൂത്തിനെ കുറിച്ചോ, എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ജെറന്റോളജി എന്ന് പറയുന്നത്? നമുക്ക് ആൻസർ നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന പ്രോബ്ലം ഓഫ് ഏജ്ഡ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ എൽഡർലി എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട്. അവിടെ വരുന്നൊരു ഏരിയ ആണ്. കാരണം ജെറന്റോളജി എന്ന് പറയുന്നത് ആസ്പെക്ട്സ് ഓഫ് ഏജിങ് അല്ലെ, ഏജിങ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന പഠന ശാഖയാണ് ജെറന്റോളജി എന്ന് പറയുന്നത് അല്ലെ. ജെറന്റോളജി ഇസ് ദ മൾട്ടി ഡിസിപ്ലിനറി സയന്റിഫിക് സ്റ്റഡി ഓഫ് ദി ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഏജിങ് അല്ലെ. നമുക്ക് പ്രായമാവുന്ന ഏജിങ് ആവുക അല്ലെ, അതിനോടനുബന്ധിച്ചുള്ള അതല്ലെങ്കിൽ അതിൻ്റെ ജീവശാസ്ത്രപരവും സൈക്കോളജിക്കൽ അല്ലെ, മനഃശാസ്ത്രപരവും സാമൂഹികവും കോഗ്നിറ്റീവുമായിട്ടുള്ള ആസ്പെക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന വളരെ ശാസ്ത്രീയമായിട്ട് മൾട്ടി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പഠന ശാഖയാണ് ജെറന്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജെറന്റോളജി ഈസ് ദ മൾട്ടി ഡിസിപ്ലിനറി സയന്റിഫിക് സ്റ്റഡി ഓഫ് ദി ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഏജിങ് അല്ലെ. അപ്പോൾ ഏജിങ്ങിനെ കുറിച്ചാണ് എന്തിൽ പഠിക്കുന്നത്, ജെറന്റോളജി. ഇത് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഇറ്റ് ഫോക്കസസ് ഓൺ ദ പ്രോസസ് ഓഫ് growing old and the challenges or opportunities associated with an aging population അല്ലെ. ഇത് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ദ പ്രോസസ് ഓഫ് ഗ്രോയിങ് ഓൾഡ് അല്ലെ, നമ്മൾ ഓൾഡ് ആവില്ലേ, നമ്മൾ വയസ്സാവത്തില്ലേ, ആ ഒരു പ്രോസസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ
പ്രായമായവരുടെ പ്രായമായവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവസരങ്ങൾ, വെല്ലുവിളികൾ, ഇവയെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് എന്ത് ജെറന്റോളജി എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ത് ജെറന്റോളജി അല്ലെ. എങ്ങനെയാണ് ഗ്രോയിങ് ഓൾഡ് ആവുന്ന പ്രോസസ്സിനെ കുറിച്ചും ആ ഓൾഡ് ആവുന്ന സമയത്ത് ആ ഓൾഡ് പോപ്പുലേഷനെ കുറിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ചലഞ്ചസിനെ കുറിച്ചൊക്കെ ഫോക്കസ് ചെയ്യുന്നതാണ് എന്ത് ജെറന്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ജെറന്റോളജി എന്ന് പറയുന്നത് ഏജിങ് ആവുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ജെറന്റോളജി എന്ന് പറയുന്നത്. മറന്നു പോകരുത് കേട്ടോ. നെക്സ്റ്റ്, വിമുക്തി അല്ലെ. വിമുക്തി ഈസ് എ കേരള ഗവൺമെന്റ് മിഷൻ ഫോർ അവയർനെസ് എഗെയിൻസ്റ്റ് അല്ലെ. വിമുക്തി എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് ഒരു മിഷനാണ്. അത് എന്തിനെതിരെയുള്ള ബോധവൽക്കരണമായിരുന്നു, എന്തിനെതിരെയുള്ള ഒരു അവയർനെസ്സുമായി ബന്ധപ്പെട്ടാണ് വിമുക്തി എന്ന് പറയുന്ന കേരള ഗവൺമെന്റ് മിഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഡൊമസ്റ്റിക് വയലൻസ്, ദാറ്റ് മീൻസ് ഗാർഹിക പീഡനം. ഓപ്ഷൻ ബി ബോണ്ടഡ് ലേബർ ആൻഡ് ഓപ്ഷൻ സി ഡി അഡിക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി ജുവൈനൽ ഡെലിക്വൻസി അല്ലെ. അന്ന് ഈ എക്സാം നടക്കുന്ന സമയത്ത് ഇതൊരു കറണ്ട് അഫെയർ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസിനുമായി ബന്ധപ്പെട്ടതാണോ, ബോണ്ടഡ് ലേബറുമായി ബന്ധപ്പെട്ടതാണോ, ഡി അഡിക്ഷനുമായി ബന്ധപ്പെട്ടതാണോ, അതോ ജുവനൈൽ ഡെലിക്വൻസുമായി ബന്ധപ്പെട്ടതാണോ ഈ വിമുക്തി എന്ന് പറയുന്ന കേരള ഗവൺമെന്റ് മിഷൻ എന്ന് പറയുന്നത്? ഏതായിരിക്കാം വിമുക്തി ആ പേരിൽ നിന്ന് കിട്ടണം. എന്തിലോ ഒന്ന് മുക്തി കിട്ടുകയാണ്. അപ്പൊ ഏതായിരിക്കാം ഇത്? അങ്ങനെയൊക്കെ ആലോചിക്കാം നിങ്ങൾക്ക് അല്ലെ. ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഗവൺമെന്റ് മിഷൻസുകൾക്ക് പൊതുവെ അവരുദ്ദേശിക്കുന്നതുമായി ബന്ധപ്പെട്ട പേരുകളായിരിക്കും വരിക അല്ലെ. ഇപ്പൊ നിർഭയ എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയമില്ലാതെ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഡി അഡിക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കേരള ഗവൺമെന്റ് ഒരു മിഷനാണ് വിമുക്തി. Launched in 2016 by the Kerala State Excise Department, Vimukti is an anti-narcotic campaign aimed at creating awareness about the harmful effect of drugs, alcohol, and other psychotropic substances to build a drug-free society. അപ്പോൾ വിമുക്തി എന്ന് പറയുന്നത് 2016 എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, കേരള സ്റ്റേറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ് വിമുക്തി എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിൻ എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത് 2016 കേട്ടോ. 2016 വിമുക്തി ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവര് വിമുക്തി എന്ന് പറയുന്നത് ഒരു ആന്റി നർക്കോട്ടിക് ക്യാമ്പയിൻ ആയിരുന്നു വിമുക്തി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത് ഡ്രഗ്സിന്റെ ഹാംഫുൾ ഇഫക്റ്റ്, ആൽക്കഹോളിന്റെ ഹാംഫുൾ ഇഫക്റ്റ്, മറ്റുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളുടെ ഹാംഫുൾ ഇഫക്റ്റുകളെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റി ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്നതായിരുന്നു ഈ വിമുക്തിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഡ്രഗ്സിൽ നിന്നും ആൽക്കഹോളിൽ നിന്നും സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ ഹാംഫുൾ ഇഫക്റ്റിനെ കുറിച്ച് അവബോധം നടത്തിയിട്ട് സൊസൈറ്റിയെ ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റിയാക്കി മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് കേരള സ്റ്റേറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് 2016 ലോഞ്ച് ചെയ്ത ഒരു മിഷനാണ് വിമുക്തി എന്ന് പറയുന്നത്. വിമുക്തി. ഓക്കെ, the mission involves setting up de-addiction centers, counseling centers, and organizing campaigns in school, colleges, and local communities with the help of Kudumbashree, NSS, and other organizations. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു ഷുഡ് ആൻസർ. ഓക്കെ, എന്താ പറയുന്നത്? ഈ ഒരു മിഷൻ, ഈ വിമുക്തി എന്ന് പറയുന്ന മിഷന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവര് ഡി അഡിക്ഷൻ സെന്റേഴ്സ്, കൗൺസിലിംഗ് സെന്റേഴ്സ്, ഓർഗനൈസിങ് ക്യാമ്പയിൻ സ്കൂൾ, കോളേജ്, ലോക്കൽ കമ്മ്യൂണിറ്റീസ്, ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ആരുടെ ഹെൽപ്പോടുകൂടി? with the help of Kudumbashree, NSS, and other organization. ആ ഒരു പോയിന്റ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. കുടുംബശ്രീയുടെയും NSSന്റെയും മറ്റുള്ള സംഘടനകളുടെയും സഹായത്തോട് കൂടിയിട്ട്
എന്ത് ചെയ്യാണ്, ലോക്കൽ കമ്മ്യൂണിറ്റീസിലും സ്കൂള് കോളേജിലൊക്കെ ക്യാമ്പയിന് സംഘടിപ്പിക്കുക, കൗൺസിലിംഗ് സെൻറ്റേഴ്സ് സംഘടിപ്പിക്കുക, ഡി അഡിക്ഷൻ സെൻറ്റേഴ്സുകൾ സെറ്റപ്പ് ചെയ്യുക. ഇതൊക്കെ ഈ ഒരു മിഷന് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സ്പെസിഫിക്കലി ടാർഗറ്റ് യൂത്ത് and children to prevent drug abuse, commonly using the slogan say no to drugs. അല്ലേ? അപ്പോൾ ഇത് പ്രധാനമായിട്ടും എന്തിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? യൂത്ത് അല്ലേ? യൂത്ത് എന്താ നമ്മൾ പറയുക, യൂത്തിനെയാണ് അല്ലേ, യൗവനക്കാരായിട്ടുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികളെയും അല്ലേ, എന്തിനെ, ഡ്രഗ് അബ്യൂസിൽ നിന്നും അവരെ പ്രിവെന്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇവരുപയോഗിക്കുന്ന സ്ലോഗൻ എന്താണ്? സേ നോ ടു ഡ്രഗ്സ് അല്ലേ, സേ നോ ടു ഡ്രഗ്സ് അല്ലേ, ഡ്രഗ്സിനോട് നമുക്ക് നോ പറയാം എന്ന് പറഞ്ഞുള്ള സ്ലോഗനാണ് വിമുക്തിയിൽ എന്ത് ചെയ്യുന്നത്, ഇവർ ഉപയോഗിക്കുന്നത്. സോ വിമുക്തി എന്ന് പറയുന്നത് ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റി ബിൽഡപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൽ നിന്നും ആൽക്കഹോളിൽ നിന്നും ഡ്രഗിൻ്റെയും ഹാർംഫുൾ ഇഫക്റ്റിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് കേരള സ്റ്റേറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് 2014 ലോഞ്ച് ചെയ്ത ഒരു ആൻറ്റി നർക്കോട്ടിക് ക്യാമ്പയിനിങ് ആയിരുന്നു വിമുക്തി എന്ന് പറയുന്നത്. ഈ ഒരു മിഷൻ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത് ഒരുപാട് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സുകൾ, കൗൺസിലിംഗ് സെൻറ്റേഴ്സുകൾ, സ്കൂളുകളിലും കോളേജുകളിലും ലോക്കൽ കമ്മ്യൂണിറ്റീസിലൊക്കെ ഒരു ക്യാമ്പയിൻ ഓർഗനൈസിങ് ക്യാമ്പയിൻസുകളൊക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ആരുടെ ഹെൽപ്പോട് കൂടിയിട്ട് കുടുംബശ്രീയുടെയും NSSൻ്റെയും മറ്റ് സംഘടനകളുടെ ഹെൽപ്പോട് കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നതായിരുന്നു ഈ മിഷൻ ഇൻവോൾവ് ചെയ്തിരുന്നത്. ഇത് പ്രധാനമായിട്ടും യൂത്തിനെയും ചിൽഡ്രനെയും ആണ് ഇത് കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്ലോഗൻ എന്താണ്? സേ നോ ടു ഡ്രഗ്സ്.